നോവാസഡോയ് ആ പിച്ചിൽ കാണിച്ചത് വൺ തെണ്ടിത്തരുക. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്ലബിന്റെ ക്യാപ്റ്റൻ ആയിട്ട് ഫൈറ്റ് ഉണ്ടാക്കണം. ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ തന്നെ ഏറ്റവും സെൽഫിഷ് പ്ലെയർ നോവയാണ്. പുള്ളി ടീമിന് വേണ്ടിയൊന്നുമല്ല, സ്വന്തം ഇമേജിന് വേണ്ടിയാണ് കളിക്കുന്നത്. ആൻഡ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാസഡോയ് ഇനി സ്റ്റാർട്ട് പോലും ചെയ്യാൻ പാടില്ല, ബെഞ്ചിൽ തന്നെ ഇരിക്കട്ടെ. ആൻഡ് സമ്മർ ആകുമ്പോൾ പുള്ളിനെ അങ്ങ് സെല്ല് ചെയ്തേക്ക്. ഗൈസ്, ഒരു ഡീപ് ബ്രീത്ത് എടുക്കൂ, റിലാക്സ്, കാം ഡൗൺ. സോ ഈ വീക്കില് ഫുട്ബോൾ മീഡിയ ഏറ്റെടുത്തേക്കുന്ന ന്യൂസാണ് ലൂണ വേഴ്സസ് നോവാസഡോയ്. ഇൻ കേസ് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ചെന്നൈ FC ആയിട്ടുള്ള മാച്ചില് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൗണ്ടർ ചെയ്യുമായിരുന്നു നോവ. ഉള്ളിലേക്ക് കട്ട് ചെയ്ത നോവ തന്റെ ടീംമേറ്റിനെ പാസ് ചെയ്യാണ്ട് നേരെ ഷൂട്ട് എടുത്തു ആൻഡ് മിസ്സും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാഞ്ഞ ലൂണ നോവയുടെ അടുത്ത് പോയി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് രണ്ടുപേരും തമ്മിൽ വൈകാതെ തന്നെ ഉന്തും തള്ളുപോയി. ഇത് സംഭവിക്കുന്നത് 3-1 ജയിച്ചുകൊണ്ടിരിക്കുന്ന കളിയില് 90+4 ഇത് ഇത്ര വലിയ സംഭവമായിട്ട് കാണിക്കണത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം എന്റെ മനസ്സിൽ ഇതൊരു ന്യൂസ് വർത്തിയായ കാര്യം പോലും അല്ല. രണ്ട് ടീംമേറ്റ്സ് ആയിട്ട് ആർഗ്യുമെന്റ് ഉണ്ടാവുന്നത് ഫുട്ബോളിൽ സർവ്വസാധാരണമാണ്. അതിപ്പോ ഇനി കണ്ടം ഫുട്ബോൾ ആയാലും ടോപ്പ് ലെവൽ ISL ആയാലും ഫുട്ബോൾ കളിച്ചേക്കാൻ എല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്. ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ നോവ പാസ് ചെയ്യണതായിരുന്നോ? യെസ്. ഈ ആർഗ്യുമെന്റ് പിച്ചിൽ വെച്ച് നടത്തുന്നതിനെക്കാട്ടും ബെറ്റർ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാവണമെന്നായിരുന്നോ? അതും യെസ്. നോവ ലേശം സെൽഫിഷ് ആണോ? യെസ്. പക്ഷെ എല്ലാ ടോപ്പ് അറ്റാക്കിംഗ് പ്ലേയേഴ്സും ഒരു ലെവൽ വരെ സെൽഫിഷ് ആണ്. ഒരു ലെവൽ ഓഫ് സെൽഫിഷ്നെസ് ഇല്ലെങ്കിൽ ഒരു അറ്റാക്കറും ടോപ്പ് ലെവലിൽ എത്താൻ പോണില്ല. എഗെയിൻ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പോണത് നോവാസഡോയിയാ. 7 ഗോളും 5 അസിസ്റ്റുമുള്ള നോവാസഡോയി. കുറെ പേര് ഈ പോയിന്റിൽ നിന്ന് ഒരിക്കലും ഷൂട്ട് ചെയ്യരുതെന്ന് പറയണത് കേൾക്കുമ്പോൾ തോന്നും വല്ല സന്ദീപ് സിംഗ് ആ ഷൂട്ട് ചെയ്തതെന്ന്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെന്നൈയൻ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചായിരിക്കും പറയണത്. അല്ലാണ്ട് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് ആരും സംസാരിക്കാൻ പോണില്ല. എന്റെ ഒപ്പീനിയനിൽ ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇത്. മിഡ്ഫീൽഡിൽ ലൂണയും ഡനീഷ് ഫറൂഖും ഡോമിനേറ്റ് ചെയ്തൊരു മാച്ച്. ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് മറീന അറീനയിൽ ജയിച്ചൊരു മാച്ച്. ആൻഡ് ബ്ലാസ്റ്റേഴ്സിനെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ ഒരു ഹോപ്പ് തന്ന മാച്ച്. അതൊന്നും ഇനി ആൾക്കാർ സംസാരിക്കാൻ പോണില്ല. ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ഓർത്ത് ഇനി ബോധവടയാവണ്ട. ലൂണ തന്നെ വന്ന് പറഞ്ഞു ഈ പ്രോബ്ലം ഡ്രസ്സിംഗ് റൂമിൽ നോവയായിട്ട് സംസാരിച്ച് തീർത്തു എന്ന്. കോച്ചായ TG പുരുഷോത്തമനും ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഒരു കോമ്പറ്റീറ്റീവ് ആയ ഫുട്ബോൾ എൻവയോൺമെന്റിൽ ഇത് നാച്ചുറലും സർവ്വസാധാരണമാണെന്നും. അതുകൊണ്ട് നോവാസഡോയിനെ കുറ്റം പറഞ്ഞ എല്ലാവരോടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഗൈസ്, കാം ഡൗൺ.